ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളെ ഡിസ്കഷൻ എന്ന് പറയുന്ന ഫണ്ട് ബിപ്സും ഫണ്ട് നെക്സ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസണും ആരെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. രണ്ട് കമ്പനീസിനെ കുറിച്ച് ഒരു ജനറൽ ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനീസും UAE ബേസ്ഡ് ആണ്. 2022 തന്നെയാണ് രണ്ട് കമ്പനീസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജ് ഫണ്ട് നെക്സ്റ്റിന് കൊടുക്കുന്നു എന്നുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് മെറ്റാ 4 മെറ്റാ 5 ലൈസൻസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഫണ്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. കൂടാതെ അവർക്ക് സി ട്രേഡറും ഉണ്ട്. എന്നാൽ ഫണ്ട് ബിപ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ മുൻപേ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാസ് ട്രേഡറും സി ട്രേഡറും ട്രേഡ് ലോക്കറുമാണ് അവർക്കുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ടെക്നിക്കൽ സൈഡിനെ കുറിച്ചിട്ടും മറ്റ് വിഷയങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒപ്പം ഇന്ന് ട്രേഡർ സോബിഷ് ഉണ്ട്. ബ്രോ ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ റൂൾസിൻ്റെ കേസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കമ്പാരിസണിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ റൂൾസുകൾ ഇപ്പോൾ ഓരോ ദിവസം വരുന്തോറും ഫണ്ടഡ് ഫേംസിലൊക്കെ ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എടുക്കുന്ന സമയത്ത് അക്കൗണ്ട് എടുക്കുന്ന സമയത്തുള്ള റൂൾസ് ആയിരിക്കില്ല. അപ്പോൾ മിക്ക ഫേംസൊക്കെ റൂൾസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫണ്ടിങ് പിപ്സും മാത്രമല്ല, ഫണ്ടഡ് പീക്സ് അങ്ങനെ മറ്റ് കമ്പനികളും മൈ ഫണ്ടഡ് എഫക്ട്സ് അങ്ങനെയുള്ള കമ്പനികളും റൂൾസൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് വരുത്താത്ത ഒരു കമ്പനിയായിട്ട് തോന്നിയത് ഇപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റ് ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ന്യൂസ് റൂള് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടിങ് പിപ്സിൽ ന്യൂസ് റൂൾ ശ്രദ്ധിക്കണം. അതൊരു 3 minutes വിൻഡോ ആണ് അവർ ഓപ്പൺ ഉള്ളത്. ഇപ്പോൾ USD ന്യൂസ് നമുക്കിപ്പോൾ 6 മണിക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് 5:57 ട്രേഡ് എടുക്കാനോ എക്സിറ്റ് ആവാനോ അതിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് എടുക്കാനോ ട്രേഡ് എടുക്കാനോ പാടില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അവർ 5 hour മുന്നേ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കൂർ മുമ്പ് എടുത്തേക്കുന്ന ട്രേഡ് പൊസിഷൻ പ്രോഫിറ്റിലായാൽ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ 6 മണിക്ക് 5 മണിക്ക് ഒരു പൊസിഷൻ ഫണ്ടിങ് പിപ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 മണിക്ക് എക്സിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാർഗറ്റായി എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഫണ്ടഡ് നെക്സ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ന്യൂസ് റൂള് റെസ്ട്രിക്ഷൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവരെ എല്ലാ സ്റ്റെല്ലർ 1 ഉണ്ട്, അങ്ങനെ 4 ചലഞ്ചസ് ഉണ്ട് ഫണ്ടഡ് നെക്സ്റ്റിന്. അതിൽ ഒട്ടുമിക്ക ചലഞ്ചസിലും ഇല്ല. അതിലൊരു ചലഞ്ചസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ചലഞ്ചസിൽ മാത്രമാണ് ന്യൂസിന് റെസ്ട്രിക്ഷൻ ഉള്ളത് നിലവിൽ. ഇനാക്റ്റീവ് അക്കൗണ്ടുകളുടെ കേസോ? ഇനാക്റ്റീവ് 2 കമ്പനികൾക്കും സെയിം ആണ്. 30 days നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ട്രേഡ് എങ്കിലും എടുത്തിരിക്കണം, അല്ലാതെ ഇനാക്റ്റീവ് ആവും. ഫണ്ടഡ് നെക്സ്റ്റും സെയിം തന്നെയാണ്. ഹോൾഡിംഗ് ടൈമോ? ഹോൾഡിംഗ് ടൈം പിപ്സിന് ഹോൾഡിംഗ് ടൈംസ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം വരെ അത് 2 minutes ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങൾ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ 2 minutes 1 minute ആക്കി മാറ്റി. 1 minute നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തപ്പോൾ 500 USD പ്രോഫിറ്റ് ആയതാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ HFT ട്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ നിന്ന് കൗണ്ട് ചെയ്തു. അന്ന് 2 minutes ആയിരുന്നു, അപ്പോൾ അത് കൗണ്ട് ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം ഫണ്ടഡ് നെക്സ്റ്റിൽ അങ്ങനെ ഒരു ഹോൾഡ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. IP റൂള് 2 പേർക്കും ഉണ്ട്. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഞാൻ കണ്ടേക്കുന്നത് ഫണ്ടഡ് നെക്സ്റ്റിലാണ്. ഫണ്ടഡ് നെക്സ്റ്റിൽ IP റൂൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരോട് ചാറ്റ് ചെയ്ത് പറയാം. നമ്മളിപ്പോൾ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ചാറ്റ് ചെയ്ത് പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചില സമയങ്ങളിലൊക്കെ അനുവദിക്കുന്നുണ്ട്. പാസ്പോർട്ടിൻ്റെ കോപ്പിയും കാര്യങ്ങളും ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. നിലവിൽ അതുപോലെ തന്നെ പിപ്സിനും റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ എന്നാലും അവരെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പരമാവധി അവരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തു വയ്ക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സിംഗിൾ ട്രേഡ് റെസ്ട്രിക്ഷൻ ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് ഫണ്ടിങ് പിപ്സ് അതുപോലെ തന്നെ അക്സെൻറ്റെക്സിനൊക്കെ വന്നിട്ടുണ്ട്. ഫണ്ടിങ് പിപ്സിലാണ് ഇപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നത്. അവർ 3% ആണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അത് അവർ തുടക്കത്തിൽ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ അക്കൗണ്ട്സ് ഒക്കെ ബ്രീച്ച് ആയിട്ടുണ്ട്. അവരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ CEO മെസ്സേജ് വന്നിരുന്നു, അതെല്ലാം റീആക്ടിവേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ മാസ്റ്റർ അക്കൗണ്ട് ലൈവ് അക്കൗണ്ടിൽ ഈ പറയുന്ന 3% ഇഷ്യൂ ഉണ്ട്. ആ സമയം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫണ്ടഡ് നെക്സ്റ്റിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ആ ഡെയിലി പറയുന്ന ഇപ്പോൾ ഒരു 100K സൈസ് ആണ് എന്നുണ്ടെങ്കിൽ 5,000 ആണ് നമുക്ക് ഡെയിലി ഡ്രോഡൗൺ വരുന്നത്. ആ ഡെയിലി ഡ്രോഡൗൺ കറക്റ്റായിട്ട് വരുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ആ സമയം പിപ്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുത്തിട്ട് നമുക്ക് 3% 3000 മുകളിൽ SL അടിക്കാൻ പാടില്ല. ആ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. സോഫ്റ്റ് ബ്രീച്ചോ കാര്യങ്ങളോ ഒന്നല്ല, അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും, ഡീആക്ടിവേറ്റ് ചെയ്യാണ് അവർ. റൂൾസിന്റെ കാര്യത്തിൽ താരതമ്യേന കുറച്ച് ബെറ്റർ ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഞാൻ കുറെ നാൾ മുമ്പൊക്കെ ഫണ്ടഡ് നെക്സ്റ്റിൽ റൂൾസ് IP റൂളും അതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇപ്പോൾ IP റൂളൊക്കെ കുറച്ചിട്ടുണ്ട്. ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അവർ. ഈ പേ ഔട്ടിന്റെ അവസ്ഥ എങ്ങനെയാ ഈ രണ്ട് കമ്പനികൾ കമ്പയർ ചെയ്യുമ്പോൾ? പേ ഔട്ട് നിലവിൽ കുറച്ച് മാറ്റം ഉള്ളത് ഫണ്ടിങ് പിപ്സിന് അവർ Tuesday പേ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു. നമ്മളൊക്കെ കരുതി നല്ലൊരു കാര്യമാണെന്ന് കരുതിയത്. പക്ഷെ അവർ അതിനുശേഷം കുറേ പിന്നെയും ചേഞ്ച് വരുത്തി. അവർ Tuesday റൂളിൽ ഒരു 40% മാത്രമേ കൊടുക്കുള്ളൂ എന്നാക്കി. വീക്കിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ആണ്. അതുപോലെ തന്നെ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ 100% ആണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫണ്ടഡ് നെക്സ്റ്റിൽ ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെന്തോ 10% കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ഓണിൽ നമുക്ക് ഈ വീക്കിലി പേ ഔട്ട് കിട്ടും.
അല്ലെങ്കിൽ നമുക്ക് 30 ദിവസം വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരൊരു വേറൊരു ഓപ്ഷൻ ഇപ്പം ഉണ്ട്. അവർ ഇപ്പോൾ നമ്മളിപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ ആയില്ലെന്നുണ്ടെങ്കിൽ അവർ $1000 എക്സ്ട്രാ നമുക്ക് വരും. അത് എത്ര എമൗണ്ട് ആയിക്കോട്ടെ, അവർ 1000 എമൗണ്ട് ആ ഒരു പേ ഔട്ടിന് നമുക്ക് പേ ഔട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാലും ഫണ്ട് നെക്സ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. 10% ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വീക്കിലി പേ ഔട്ട് എടുത്ത് സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാം. ഇനി ഇന്റർവ്യൂവിന്റെ അവസ്ഥ എങ്ങനെയാണ് ഈ രണ്ട് കമ്പനീസ്? നമ്മൾ നേരത്തെ പറയുമ്പോൾ ഫണ്ട് ബിപ്സ് ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ? ഫണ്ട് ബിപ്സ് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ വരുന്നത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാരെ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇന്റർവ്യൂ വരുന്നത്. നമ്മളൊരു 3% താഴെ അവരപ്പോൾ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ നോക്കുന്നുണ്ട്. അവർ എല്ലാം മാനുവലിയും എല്ലാ രീതിയിലും നോക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ആ ഒരു 3% റിസ്ക് എടുക്കുന്നവരെയൊന്നും ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നില്ല. പക്ഷേ 5%, 4% ഒക്കെ റിസ്ക് എടുക്കുന്നവരെ, 4% ഒക്കെ റിസ്ക് എടുക്കുന്നവർ ഉറപ്പായിട്ടും അവർ ഇന്റർവ്യൂ വിളിക്കുന്നുണ്ട്. ഇന്റർവ്യൂ വിളിച്ചാൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ചില സമയങ്ങളിൽ ഇന്റർവ്യൂ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വാങ്ങിച്ച് ഒന്നും പറയാനില്ല അതിനകത്ത്. അവർ പറയുന്നത് എന്താണോ നമ്മുടെ എൻഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ കാശ് വാങ്ങിച്ച് പോകുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലുത്. അപ്പോൾ ഈ പാസ്സായ അക്കൗണ്ട് നല്ല പ്രോഫിറ്റ് നിൽക്കുകയാണെങ്കിൽ പോലും ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആ കാശ് കിട്ടാതെ നമ്മൾ ഇനിഷ്യൽ സ്പെൻഡ് ചെയ്ത അക്കൗണ്ട് ചാലഞ്ചിന്റെ കാശ് മേടിച്ച് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഫണ്ട് നെക്സ്റ്റിനെ കുറിച്ച് കൂടി പറയുമ്പോൾ ഫണ്ട് നെക്സ്റ്റ് ഇപ്പോൾ ഇന്റർവ്യൂകൾ കുറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ അങ്ങനെ അധികം വിളിച്ചായിട്ടൊന്നും നമ്മൾ ഗ്രൂപ്പിലോ അങ്ങനെ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ പരമാവധി ഒരു ഇന്റർവ്യൂ വയ്ക്കുന്നത് തന്നെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ടറിലും ഫണ്ട് നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു അപ്പർ ഹാൻഡ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ പ്ലാനുകൾ, മിനിമം ട്രേഡിംഗ് ഡേയ്സ്. നമ്മളിതിൽ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഏത് പ്ലാൻ നമ്മൾ എടുക്കണം? ഇത്തരം കാര്യം യൂസേഴ്സിന് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ഇതിലിപ്പോൾ നിലവിൽ ഫണ്ടിംഗ് ബിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ടിംഗ് ബിപ്സിന് 3 പ്ലാനാണുള്ളത്. ഒന്ന് 1 സ്റ്റെപ്പ് എന്ന് പറയുന്ന ചലഞ്ച് ഉണ്ട്. 1 സ്റ്റെപ്പ് ചലഞ്ചിൽ നമുക്ക് ട്രേഡിംഗ് പീരീഡ് നിലവിൽ 3 ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് മിനിമം ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് 4%. അത് 1 സ്റ്റെപ്പ് ചലഞ്ചാണ് കേട്ടോ. ആ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം എടുത്താൽ മതി. മാക്സിമം ലോക്സ് 6% കൂടുതൽ എടുക്കാൻ പാടില്ല. ലിവറേജ് കുറവായിരിക്കും. ടാർഗറ്റ് 10% ആയിരിക്കും അവർ വരുന്നത്. അതിനുശേഷം അവരൊരു 2 സ്റ്റെപ്പ് ചലഞ്ച് ഉണ്ട്. ഇതാണ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് നെക്സ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ചലഞ്ചാണ്. അതിൽ ഇത്രയും ദിവസം അവർക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3 days ആക്കിയിട്ടുണ്ട്. അത് ഫണ്ട് നെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ 5 days ആണ്. അതുപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് ഒക്കെ 5% ആണ്. ഇപ്പോൾ ഇതിൽ ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 3% മാത്രമേ പറ്റുള്ളൂ. ഫണ്ട് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 5% നമുക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോഫിറ്റ് ടാർഗറ്റും കാര്യങ്ങളും എല്ലാം ഒക്കെ സെയിം ആണ്. ലിവറേജും ഈ പറഞ്ഞ പോലെ തന്നെ 1:100 സെയിം ആണ്. മറ്റ് പിന്നെ വരുന്ന അവരുടെ 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പ് കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞതാണ്. പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. 3 പ്രാവശ്യം ഓരോ ലെവൽസും കാര്യങ്ങളും മിനിമം ട്രേഡിംഗ്, അതുപോലെ തന്നെ ഓരോ പെർസെൻറ്റേജുകളും ഉണ്ടാവും. ഓരോ ടാർഗറ്റും ഉണ്ടാവും. ഫസ്റ്റ് ടാർഗറ്റ് ആണ് 5%, പിന്നെയും 5%. അങ്ങനെ ഒരു 3 ഘട്ടമായിട്ട് നമ്മൾ പാസ്സാവേണ്ടി വരും. പ്രൈസ് കുറവായിരിക്കും, അതുപോലെ തന്നെ എക്സ്പോഷറും കുറവായിരിക്കും ഇവരുടെ ഇതിൽ നമുക്ക് ഇവർക്ക് ചൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ട്രേഡർ ഉണ്ട്, സീ ട്രേഡർ ഉണ്ട്, ട്രേഡർ ലോക്കർ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫണ്ട് നെക്സ്റ്റിലേക്ക് വന്ന ഫണ്ട് നെക്സ്റ്റിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റെല്ലർ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇവർക്കൊരു പ്രത്യേകത, ഫണ്ടിംഗ് പിപ്സിന് സാപ്പ് ഫ്രീ അക്കൗണ്ട് ഇല്ല. ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒന്നാണ്. ഇവർക്ക് നമുക്ക് സാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റെല്ലർ ചലഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഫസ്റ്റ് ഫേസിലൊക്കെ ടാർഗറ്റ് ഉണ്ടാവും. ഇതിൻ്റെ 15% നമുക്ക് പേ ഔട്ട് 1% ആവുന്ന സമയത്ത് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. 1% ഇപ്പോൾ 100K ആണെങ്കിൽ 1,950 നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇതിൽ പ്രൈസ് നമുക്ക് ഫണ്ട് ബിപ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 100K അക്കൗണ്ട് $519 വരുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പിൽ വരുമ്പോൾ 100K വരുമ്പോൾ 444 വരുന്നുള്ളൂ. ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ $60 അടുത്ത് തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്ത് ഇത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു പ്ലാനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റെല്ലർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റെല്ലർ ലൈറ്റ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ, ഇവിടെ നമുക്ക് 5K മുതൽ 50K വരെ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് ബിപ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം പ്രൈസും കാര്യങ്ങളും തന്നെ. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്, അഡ്വൈസ് കാര്യങ്ങൾ ഇതാണ്, ട്രേഡിംഗ് കോപ്പിംഗ് ഒക്കെ അലൗഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 50K എടുക്കുമ്പോൾ $252 വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവരെ 50K ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
266 40 USD വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഡെമോ സമയത്ത് 15% നമുക്ക് കിട്ടൂല. ആ സമയം സ്റ്റെല്ലർ ചലഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ 15% കിട്ടും. അത് 2 സ്റ്റെപ്പ് തന്നെയാണ് രണ്ടും ഉള്ളത്. പിന്നെ ഇവർക്കുള്ളൊരു മോഡൽ ഇവാലുവേഷൻ മോഡലുണ്ട്, എക്സ്പ്രസ് മോഡലുണ്ട്. അങ്ങനെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അത് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു മോഡലാണ്. പരമാവധി നിങ്ങൾ ഈ 2 മോഡലും ചൂസ് ചെയ്യാതെ സ്റ്റെല്ലർ അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു കമ്പാരിസൺ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ ഏത് അക്കൗണ്ടാണ് 100K തന്നെ? 100K ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ഡേയിലേക്ക് നമുക്കൊരു 15% കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,900 എന്ന് പറയുമ്പോൾ തന്നെ ഒരു 1,20,000 അടുത്തായി. അത് നമുക്ക് അത്രയും എമൗണ്ട് കൂടി കൂടുതൽ കിട്ടുകയാണ്. അത്യാവശ്യം സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിന്റെ ഒപ്പം ആ നേരത്തെ പറഞ്ഞ ആഡ് ഓൺ അവൈലബിൾ ആണ്, വീക്കിലി അവൈലബിൾ ആണ്. അതിനെന്താ 10% കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരു $50 $60 അടുത്ത് നമുക്ക് എക്സ്ട്രാ ആവും. ഇനി നിങ്ങളാരെങ്കിലും ഫണ്ടിംഗ് പിപ്സും നമ്മുടെ ക്യാഷ് കുറവാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫണ്ടിംഗ് പിപ്സിനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും വാങ്ങിക്കാൻ പറ്റിയതാണ് ഇവർ സ്റ്റെല്ലർ ലൈറ്റ്. സ്റ്റെല്ലർ ലൈറ്റ് ആകുമ്പോൾ എമൗണ്ട് നമുക്ക് പിപ്സ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ്. ഇവർ പിന്നെ കുറേ ഓഫറും കാര്യങ്ങളും ഉണ്ടാവും. ഫണ്ടിംഗ് പിപ്സിന് അങ്ങനെ ഓഫർ ഇല്ല. 1 ടൈം എടുത്ത് കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന 5% ഓഫർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ, ഇപ്പോൾ നമ്മൾ പറയുന്നപ്പോൾ കുറച്ച് നാൾ മുമ്പ് എന്ന് പറയാൻ ഞാൻ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് മാത്രം അക്കൗണ്ട്സ് എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഒപ്പം ഇത്രയും നേരം വന്ന് കുറേ വിലപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മുടെ യൂസേഴ്സിന് വേണ്ടി ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.